വേനൽ അതികഠിനമായി മുന്നോട്ട് പോവുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ജില്ലയിലും അല്ലെങ്കിൽ സംസ്ഥാനത്ത് മൊത്തത്തിൽ രേഖപ്പെടുത്തുന്നത്. ശുദ്ധജല ദൗർലഭ്യം സംസ്ഥാനത്ത് മൊത്തത്തിലുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ആകെ ശുദ്ധജല ദൗർലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇലന്തൂർ പഞ്ചായത്തിലാണ്. ഇലന്തൂർ പഞ്ചായത്തിൽ സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്നും 2-3ലധികം പൊതുക്കിണർ ഇവിടെ കെ നായരുടെ ഒക്കെ കാലത്താണ് ഈ പൊതുക്കിണറൊക്കെ ഈ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 3ലധികം പൊതുക്കിണർ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ഇത് പുനരുദ്ധാരണം ചെയ്ത് ഈ ശുദ്ധജലക്ഷാമം ഉള്ളപ്പോൾ നമുക്ക് തരുന്നില്ല? ഇപ്പൊ ഇതിനോടൊപ്പം പ്രതികരിക്കാൻ ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡങ്ങളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. അത് തന്നെ നമുക്ക് KG റജിയോട് ചോദിക്കാം. വാർഡങ്ങൾ എങ്ങനെയാണ് സാർ ഇതിന്റെ വെള്ളത്തിന് വേണ്ടി ഈ ചൂട് കൂടിയ സമയത്ത് ജനങ്ങൾ വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തില് സർക്കാരിന്റെ ഇതുപോലെയുള്ള കിണറുകൾ, ചെറിയ ശുദ്ധജല പദ്ധതികൾ സമയത്ത് മെയിൻ്റെനൻസ് ചെയ്യാതെ തകരാറിലായി കിടക്കുന്ന കാഴ്ച വളരെ വേദനാജനകമായിട്ടുള്ള ഒന്നാണ്. ഇന്ത്യയുടെ നമ്മുടെ ജില്ലയുടെ ശില്പിയായ ശ്രീ KK നായർ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഇത്. ഇവിടെ അദ്ദേഹം എലന്തൂരിൽ ഒരു നേഴ്സിംഗ് സ്കൂള് ആരംഭിച്ചു. അവിടുത്തെ കുട്ടികൾക്ക് വെള്ളം യഥേഷ്ടം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം നമ്മുടെ സ്റ്റേഡിയത്തിലെ സ്ഥാപിച്ച ഒരു കിണറാണ് ഇത്. അത് പിന്നീടുള്ള ഭരണാധികാരികൾ അത് വേണ്ട രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യാത്തത് കൊണ്ട് ഇത് വളരെ മലിനമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ കുട്ടികളും അതുപോലെ PH സെന്ററിലെ ആൾക്കാരും ശുദ്ധജലത്തിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ മെയിൻ്റെനൻസ് ചെയ്യാതെ കിടക്കുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം. അവരോട് പലവട്ടം ഇത് ആവശ്യപ്പെട്ടുള്ളതാണ്. എന്നാൽ പണമില്ല എന്ന് പറഞ്ഞ് വകുപ്പുകളും സർക്കാരുകളും പിന്മാറുന്ന ഒരു കാഴ്ചയാണ്, ദയനീയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിലെങ്കിലും വളരെ അടിയന്തര പ്രാധാന്യമായി ജനങ്ങളുടെ ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം കിണറുകൾ പ്രവർത്തനക്ഷമമാക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലാണല്ലോ. ഇതിപ്പം മറ്റേ നഴ്സിംഗ് കോളേജിന് അല്ലാതെ തന്നെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും ഒക്കെ ഇതിന്റെ ശുദ്ധജലം എത്തുമല്ലോ. നല്ലൊരു പദ്ധതിയല്ലേ? എന്തുകൊണ്ടാണ് ഇത് ഉപയോഗശൂന്യമായി പോയത്? തീർച്ചയായിട്ടും നല്ലൊരു പദ്ധതിയാണിത്. കാരണം ഒരു 3-4 വർഷത്തിന് മുമ്പ്, അതായത് കഴിഞ്ഞ ഭരണസമിതി ഉള്ളപ്പം ഇത് ആയത് ഒരു കിണറാണിത്. പക്ഷെങ്കിൽ ഇത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇപ്പം ഈ ചൂടിന്റെ സമയത്ത് വളരെ അതികഠിനമായ ചൂട് ജീവജാലങ്ങളും പോലും മരിച്ചു വീഴുന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കണ്ടുവരുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു കിണർ ഇവിടെ പൊതുകിണർ കിടന്നിട്ട് അത് ഉപയോഗിക്കാതെ വരുമ്പോൾ നമുക്ക് എല്ലാവരും ബുദ്ധിമുട്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും വൈസ് പ്രസിഡന്റും ഒക്കെ വന്നതിനെപ്പറ്റി ഒരു അവലോകനമൊക്കെ നടത്തി അതിനൊരു മീറ്റിംഗ് ഞങ്ങൾ വെച്ച് അതിന് കമ്മിറ്റി വെച്ചു. ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയ ഭരണസമിതി ഇത് എങ്ങനെയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ പണിയൊക്കെ നടക്കുകയാണ്. അവിടെയും വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. കുഴൽക്കിണർ 2 തവണ അടിച്ചിട്ട് പോലും നമുക്കതിനെ വളരെ കാശ് മുടക്കിയിട്ട് പോലും ഇവിടെ നിന്ന് വെള്ളം കിട്ടാതെ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇപ്പം വർക്ക് ചെയ്യാതിരിയ അവസ്ഥയിലാണ്. അതിനെ കൊണ്ടുവന്ന് അതിന് പുനരുദ്ധാരണം ചെയ്ത് അതിനെ നവീകരിച്ചിട്ട് പുതിയ രീതിയിൽ പൈപ്പ് ലൈൻ ഇല്ലാത്തത് പൈപ്പ് ലൈൻ കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വെള്ളം സാധ്യമാക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്നും വളരെ നല്ല രീതിയിലാണ് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ അടുത്ത കമ്മിറ്റിയും ഈ കമ്മിറ്റിക്കകത്തും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ബ്ലോക്ക് ഭരണസമിതി ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് വലിയ താല്പര്യമില്ലാത്തവർക്കാന്ന് തോന്നുന്നു. അതിന് മുമ്പുള്ള ഭരണസമിതിയൊക്കെ ഇപ്പോഴത്തെ ഭരണസമിതിയും അതിനുവേണ്ടി അനുകൂലമായിട്ട് തീരുമാനം എടുത്തുകൊണ്ടാണ് അറിവിട്ട്. കഴിഞ്ഞ ഭരണസമിതിക്ക് അത് വലിയ താല്പര്യമില്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് വേണ്ടി കൊടുത്ത ഒരു ലൈനാണിത്. അവരത് ഉപയോഗിക്കാതെ എന്തോ കാരണം എന്താ അറിയത്തില്ല. ഇനിയെങ്കിലും അത് നമുക്ക് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അത് നമുക്ക് ഉപയോഗപ്രദമാക്കണം എന്നാണ് പറയാനുള്ളത്. സാറേ, ഇത് മറ്റ് പൊതുക്കിണർ ഇതുപോലെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു കിണർ ഇതിന് ഒരു 100 മീറ്റർ അപ്പുറത്ത് നെടുവേലി ജംഗ്ഷനിൽ തന്നെ ഉണ്ട്. അതും പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ്. അതും ഇതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് മാറുകയാണ്. അവിടെ നമുക്ക് വെള്ളം അടിക്കുന്നില്ല എന്നുള്ളത്, ജനങ്ങൾക്ക് വേണ്ടി വെള്ളം അടിക്കുന്നില്ല, പക്ഷെ ചില സാമൂഹ്യ വിരുദ്ധർ അവിടെ വന്ന് വെള്ളം അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാതെ അത്
പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. തൊട്ട് അടുത്ത് തന്നെയാണ് ഇത്തരം രണ്ട് കിണറുകൾ, വളരെ സാധ്യതയുള്ള രണ്ട് കിണറുകൾ, യഥേഷ്ടം വെള്ളം എടുക്കാവുന്ന രണ്ട് കിണറുകൾ കിടക്കുന്നത് എന്നുള്ളത് പിന്നെ വലിയ ഒരു ദുരവസ്ഥ തന്നെയാണ്. ഇത് നമ്മുടെ PH സെന്ററിലെയും നഴ്സിംഗ് സ്കൂളിലെയും എല്ലാ കുടിവെള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള കിണറുകളാണ്. ഈ രണ്ട് കിണറുകൾ എന്നുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PH സെന്ററിലെയും നഴ്സിംഗ് സ്കൂളിലെയും വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുകയും അവിടെ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന പൊതു ടാപ്പിലെ വെള്ളം നമുക്ക് പിന്നെ ജനങ്ങളുടെ വീടുകളിലേക്ക് നമുക്ക് തിരിച്ചുവിടുവാനും, ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടുത്തെ പിന്നെ വെള്ളം കിട്ടുന്നത്, പൊതു ടാപ്പിൽ നിന്ന് വെള്ളം കിട്ടുന്നത് 2 ആഴ്ചയിൽ ഒരിക്കലാണ്. അത് നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കലാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിലെ കിണറുകൾ പിന്നെ മെയിൻ്റെനൻസ് ചെയ്ത് പ്രവർത്തനക്ഷമമാക്കിയാൽ ഇന്ന് 2 ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങൾക്ക് കിട്ടുന്ന വെള്ളം ഒരാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലൊക്കെ ശുദ്ധജല ദൗർലഭ്യം ഏറുകയാണ്. എലന്തൂർ പഞ്ചായത്തിൽ എങ്ങനെയാണ് നമ്മുടെ എല്ലാ വാർഡുകളിലും? എലന്തൂർ പഞ്ചായത്തിൽ ഇപ്പോഴേ പിന്നെ നമ്മള് ടാങ്കർ ലോറികൾ, 2 ടാങ്കർ ലോറികളിലെ ശുദ്ധജലം വീടുകളിൽ എത്തിക്കുന്നുണ്ട്. അത് 14 വാർഡുകളിലെ ഈ ശുദ്ധജലം പിന്നെ എത്തിച്ച് വരുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലേ അല്ലെ 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് ഒരു വാർഡിൽ വെള്ളം കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള ഒരു പരിമിതിയുണ്ട്. ആവശ്യക്കാർ വളരെയേറെയാണ്, വളരെയേറെ പിന്നെ ആവശ്യക്കാരുള്ള സാഹചര്യത്തിലെ ഇവർക്ക് പിന്നെ അത്യാവശ്യത്തിന് പോലും വെള്ളം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ള പല പണികളും ഇതുവരെ തീർന്നിട്ടില്ല. ചിലയിടത്ത് ജലജീവൻ പദ്ധതിയുടെ പിന്നെ പൈപ്പുകൾ കൂട്ടിയോജിപ്പിക്കാത്തത് കൊണ്ട് പലർക്കും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. മലപ്പുഴശ്ശേരി പഞ്ചായത്തിൽ നിന്ന് എലന്തൂരിലേക്ക് വിടേണ്ട വെള്ളത്തിന്റെ അളവ് കൂട്ടിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പമ്പ് ഹൗസിലെ ബൂസ്റ്റർ പമ്പ് ഇല്ലാത്തതിന്റെ ഒരു തകരാറ് പിന്നെ വളരെ വലുതാണ്. അതുകൊണ്ട് വെള്ളം നമുക്ക് യഥേഷ്ടം നമുക്ക് അടിച്ച് കൊടുക്കാനെ കൊണ്ട് കഴിയാത്ത ഒരു പരിമിതി ഇപ്പോൾ നിലവിലുണ്ട്. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇവിടേക്ക് യഥേഷ്ടം വെള്ളം കിട്ടണമെങ്കിൽ നമ്മുടെ കനാലിലെ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ മണിയാർ ഡാം പിന്നെ അസമയത്ത് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിടുന്നത് ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള, കനാലിലൂടെയുള്ള വെള്ളത്തിന് ലഭ്യത ഇല്ലാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നടത്തേണ്ട മെയിൻ്റനൻസ് ഈ പിന്നെ ചൂട് കൂടിയ അവസ്ഥയിലെ നടത്തിക്കൊണ്ട് പിന്നെ ഷട്ടറുകൾ അടച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് വലിയൊരു പിന്നെ കെടുകാര്യസ്ഥതയാണ്. തന്നെയുമല്ല ജനങ്ങളോടുള്ള ഒരു വലിയൊരു ക്രൂരതയാണ് സർക്കാർ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എത്രയും അടിയന്തിരമായിട്ട് ഈ ഷട്ടറുകൾ തുറന്ന് കനാലിലൂടെ വെള്ളം വിടണം. ഇവിടെയുള്ള കനാലുകൾ മെയിൻ്റനൻസ് ചെയ്യുകയും വേണം. മെയിൻ്റനൻസ് ചെയ്ത് പിന്നെ വെള്ളം കിട്ടാത്തടത്ത് വെള്ളം യഥേഷ്ടം കിട്ടത്തക്ക ഒരു സാഹചര്യം ഉണ്ടാക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് എന്തെങ്കിലും ഇതുപോലൊക്കെയുള്ള പദ്ധതികളൊക്കെ? തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്തും, അതായത് ഞങ്ങളെ പുതിയ ഭരണസമിതി ബ്ലോക്കും ഈ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിനോട് ഉൾപ്പെടുത്തി നമ്മൾ ഇവിടെയുള്ള ഇതുപോലുള്ള സ്റ്റേഡിയം നവീകരണമായാലും കുടിവെള്ളക്ഷാമമായാലും അതുപോലെ തന്നെ ഇതുപോലുള്ള കിണറുകളായാലും മുഴുവൻ മേഖലയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാട് മൂടി കിടക്കുന്നത് വൃത്തിയാക്കി എടുത്തിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയ രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ഞങ്ങളുടെ ലക്ഷ്യം. ഇനിയും ഇതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന, അതായത് കിടക്കുന്നതാണ് ഇപ്പൊ തന്നെ ഈ കിണർ കണ്ടാൽ അറിയാം, അതിൻ്റെ അത് മരങ്ങൾ നിൽക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയോട് പലതവണ നമ്മൾ ഇതിനെപ്പറ്റി ആവശ്യപ്പെട്ടായിരുന്നു. അന്ന് ആരും ഇതിനെപ്പറ്റി മുൻകൈ എടുത്തില്ല. ഇപ്പൊ നമ്മൾ ഇത് വന്ന് നമുക്ക് ഭരണസമിതിയിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഇവിടെ വന്നിട്ട് സ്റ്റേഡിയത്തിന്റെ ഭാഗം ആദ്യം ഇത് ചെയ്തു. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഈ കിണറിന്റെ ഭാഗം നമ്മൾ അത് ക്ലിയർ ചെയ്യാനുള്ള ഇതിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മീറ്റിംഗ് നമ്മൾ കൂടി ഇനി അടുത്ത മീറ്റിങ്ങിലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ മേലുള്ള CSCക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ മോട്ടോർ ശരിയാക്കണം, അതുപോലെ തന്നെ മറ്റൊരു കിണറിന്റെ മോട്ടോർ ശരിയാക്കാനുണ്ട്. ഈ 2 മോട്ടറും ശരിയാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നത്. സാറേ, അവസാനമായിട്ട് ഈ ഇലന്തൂരിലെ മറ്റ് പ്രധാനപ്പെട്ട നദികളോ ജലാശയങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിലും തന്നെ സാറ് മെമ്പറായതിനു ശേഷം ആദ്യം ചെയ്തത് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പൊട്ടിക്കിടക്കുന്ന പൈപ്പുകളൊക്കെ ഒന്ന് ശരിയാക്കി, അതായത് ഈ ശുദ്ധജലക്ഷാമത്തിന് മുമ്പ് തന്നെ. അപ്പൊ അതൊക്കെ എത്ര കണ്ട് പ്രയോജനം ചെയ്യുന്നു സാർ? ഇപ്പൊ ഈ വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിക്കിടക്കുന്ന പൈപ്പുകൾ ഒരു വലിയ പിന്നെ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അതിലെ പിന്നെ പൊട്ടിക്കിടക്കുന്ന പൈപ്പുകളിലൂടെ വെള്ളം ചോർന്നു പോകുന്നതിനാൽ പിന്നെ ആവശ്യത്തിന് വീടുകളിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞങ്ങള് പിന്നെ ഇടപെട്ടിട്ട് പിന്നെ കുറെ പൈപ്പുകൾ പിന്നെ
ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെയധികം പൈപ്പുകൾ ഇനിയും അടയ്ക്കാൻ കിടക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതിലെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻ പൈപ്പുകൾ റോഡിലൂടെയുള്ള മെയിൻ പൈപ്പുകൾ തകരാറിലാവുന്നത് മാത്രമേ വാട്ടർ അതോറിറ്റിക്ക് ഉത്തരവാദിത്വമുള്ളൂ എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ജോയിന്റ് മുതൽ വെള്ളം എടുക്കുന്ന ഉടമയുടെ വീട് വരെയുള്ള പൈപ്പിൽ തകരാറുണ്ടായാൽ അത് അവർ തന്നെ മെയിൻ്റെനൻസ് ചെയ്യണമെന്നുള്ളതാണ്. അത് പല ആൾക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും 2000-2500 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ മുടക്കിയെങ്കിൽ മാത്രമേ ഈ പൈപ്പുകൾ ശരിയാക്കാൻ കഴിയത്തുള്ളൂ. സർക്കാരിന്റെ ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിയമമാണ്. അതിന് മാറ്റം വരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പൊതു റോഡിൽ കിടക്കുന്ന പൈപ്പുകൾ ശരിയാക്കുന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഏറ്റെടുക്കണം. അത് ജനങ്ങളുടെ മണ്ടയിൽ വെള്ളത്തിന്റെ ഉപഭോക്താക്കളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു സമീപനം മാറ്റണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന എടുക്കുകയാണ്. ഇതുപോലെയുള്ള അടഞ്ഞുപോയ ഉപയോഗശൂന്യമായിട്ടുള്ള കിണറുകളൊക്കെ നവീകരിച്ച് ജനപക്ഷത്തു നിന്നും അവർ മുന്നോട്ട് വരുമെന്നാണ് നമ്മളോടൊപ്പം തന്നെ ഇവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.